ഹായ്, എൻ്റെ പേര് അനുശ്രീ. കാലിക്കറ്റ് ഹരിതം ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിലെ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കുട്ടികളിലെ ഒപ്പോസിഷണൽ ഡിഫൈൻഡ് ഡിസോർഡർ ODDനെ കുറിച്ചാണ്. ഇപ്പോൾ കൂടുതലായിട്ട് പാരൻസ് കൺസേൺഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ കൂടുതലായിട്ട് നമ്മളിപ്പോൾ കാണുന്ന ഒരു കാര്യമാണ്. കുട്ടികൾ മുതിർന്ന ആളുകളുടെ അടുത്ത്, അതോറിറ്റി ഫിഗേഴ്സിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് സംസാരിക്കുക, അതായത് ധിക്കരിച്ചുകൊണ്ട് അവരുടെ അടുത്ത് ഒരു റെസ്പെക്റ്റ് ഒന്നും ഇല്ലാതെ അവരെ ഇങ്ങനെ ഒപ്പോസ് ചെയ്ത് സംസാരിക്കുന്നു എന്നുള്ളൊരു കാര്യം. ഇപ്പം ഈ ഒരു ഓപ്പോസിഷണൽ ഡിഫൈൻഡ് ഡിസോർഡർ എന്നുള്ള ODD അതിൻ്റെ ഒരു ടേമിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും, ഒപ്പോസ് ചെയ്യാണ് അതോറിറ്റി ഫിഗേഴ്സിനെ, മുതിർന്ന ആളുകളെയൊക്കെ കുട്ടികൾ ഇങ്ങനെ ഒപ്പോസ് ചെയ്യുന്ന ഒരു പ്രവണതയാണത്. അപ്പം ഈ ഒരു ഒപ്പോസിഷണൽ ഡിഫൈൻഡ് ഡിസോർഡർ നമ്മൾ ഡയഗ്നോസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് വരുന്ന സിംറ്റംസ് എന്ന് പറയുന്നത്, കുട്ടികൾ ഇങ്ങനെ പെർസിസ്റ്റൻ്റ് ആയിട്ട് മുതിർന്ന ആളുകളുടെ അടുത്ത് ഇങ്ങനെ ഒപ്പോസ് ചെയ്ത് സംസാരിക്കുക, പ്രൊവോക്കേറ്റീവ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് കാണിക്കുക, അവർ പറയുന്നതൊന്നും അനുസരിക്കാണ്ടിരിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള ബിഹേവിയേഴ്സ് അവർ കാണിക്കും. അപ്പോൾ അവരുടെ ഒരു ഏജിന് അനുസരിച്ച് അവരുടെ ഏജിലുള്ള മറ്റു കുട്ടികളുടെ വെച്ച് നോക്കുന്ന സമയത്ത് ഒരു നോർമൽ റേഞ്ചിനേക്കാൾ അപ്പുറത്ത് ഇവർ ഈ ഒരു ബിഹേവിയർ കാണിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ ഈ മുതിർന്ന ആളുകൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും റിക്വസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അതിനൊന്നും ഒരു മൈൻഡ് കൊടുക്കാതെ, ഒരു വില കൊടുക്കാതെ അവരെ എപ്പോഴും ഇങ്ങനെ അനോയ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത്തരത്തിലുള്ളൊരു ബിഹേവിയർ ആയിരിക്കും ഇവർ കാണിക്കുന്നുണ്ടാവുക. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഇവരുടെ അടുത്ത് പൊതുവേ എങ്ങനെയാണെന്ന് വെച്ചാൽ, അവർക്ക് അവർ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റാണെന്നുള്ളൊരു ബോധം ഉണ്ടാവും. പക്ഷേ അത് അവർ അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിരിക്കില്ല. പകരം ഇത് മറ്റുള്ളവരുടെ മുകളിൽ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അതേപോലെ തന്നെ ഈ കുട്ടികൾക്ക് ഒരു ഫ്രസ്ട്രേഷൻ ടോളറൻസ് ഒക്കെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ വലിയ ആളുകളുടെ അടുത്തൊക്കെ സംസാരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അവർക്ക് ദേഷ്യം വരികയും പെട്ടെന്ന് തന്നെ എടുത്തു ചാടി സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടാവും. അതേപോലെ തന്നെ ഒരു പ്രൊവോക്കേറ്റീവ് വേയിലായിരിക്കും അവരെല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യുന്നുണ്ടാവുക. ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ തന്നെ ഏറ്റുമുട്ടലുകളൊക്കെ, മറ്റുള്ളവരുടെ അടുത്ത് ഏറ്റുമുട്ടലുകളൊക്കെ അവർ തന്നെ സ്റ്റാർട്ട് ചെയ്ത് വെക്കുന്നൊക്കെ ഉണ്ടാവും. അതേപോലെ തന്നെ ഈ കുട്ടികൾക്കൊരു റിവെഞ്ച് മൈൻഡ് ഒക്കെ ഉണ്ടാവും. ഇവർക്ക് കൂടുതലായിട്ട് അറിയുന്ന, നന്നായിട്ട് അറിയുന്ന മുതിർന്ന ആളുകൾ, അഡൾട്ട്സിൻ്റെ അടുത്ത്, അതായത് ഇപ്പോൾ പാരൻസ് ആവാം, അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസ്, ടീച്ചേഴ്സ്, ഇത്തരത്തിലുള്ള ആളുകളുടെ അടുത്തൊക്കെ ആയിരിക്കും ഇവർ കൂടുതലായിട്ടും ഒപ്പോസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവുക. അതേപോലെ അവരുടെ പിയേഴ്സ്, ഇത്തരത്തിലുള്ള ആളുകളുടെ അടുത്ത് ഫ്രീക്വൻ്റ്ലി അവരിങ്ങനെ ഒപ്പോസ് ചെയ്യുക, പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. പിന്നെ ഇപ്പോൾ പക്ഷേ ഈ കുട്ടികളെ നമ്മളൊരു ക്ലിനിക്കൽ ഇൻ്റർവ്യൂവിന് അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ കാണുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ അവരെ നോക്കുമ്പോൾ ഇത്തരം ബിഹേവിയേഴ്സ് ഒന്നും അവരിൽ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവില്ല. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു ODDക്ക് കണ്ടക്ട് ഡിസോർഡറുമായിട്ടുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, ODDയിൽ കുട്ടികൾ മുതിർന്ന ആളുകളെ ഒപ്പോസ് ചെയ്യുകയും അതുപോലെ ധിക്കരിച്ചുകൊണ്ട് സംസാരിക്കുകയൊക്കെ മാത്രമാണ് ചെയ്യുന്നുണ്ടാവുക. പക്ഷേ ഈ കണ്ടക്ട് ഡിസോർഡർ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കുറച്ചും കൂടി കൂടിയൊരു ലെവലാണ്. അതിനകത്ത് കുട്ടികൾ മറ്റുള്ളവരുടെ റൈറ്റ്സിനെയൊക്കെ വയലേറ്റ് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ നിയമങ്ങളൊക്കെ പാലിക്കാണ്ടിരിക്കുക, ഇപ്പം കളവ് നടത്തുക, അല്ലെങ്കിൽ മറ്റുള്ളവരെ ആക്രമിക്കുക, ഉപദ്രവിക്കുക, ബുള്ളി ചെയ്യുക, ഇത്തരത്തിലുള്ള ബിഹേവിയേഴ്സ് ഒക്കെ ഈ കണ്ടക്ട് ഡിസോർഡറിൽ കാണിക്കുന്നുണ്ടാവും. പക്ഷേ ODDയിൽ ഇതിൽ നിന്ന് വ്യത്യാസപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ കുട്ടികൾ മുതിർന്നവരെ ഒപ്പോസ് ചെയ്തുകൊണ്ട് സംസാരിക്കുകയും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ മാത്രമായിരിക്കും. അല്ലാതെ ഈ ഒരു മറ്റുള്ളവരുടെ റൈറ്റ്സിനെ വയലേറ്റ് ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ മറ്റ് നിയമങ്ങളൊക്കെ ലംഘിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികളൊന്നും അവർ കാണിക്കുന്നുണ്ടാവില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കുട്ടി കാണിക്കുന്ന രീതിയിലാണ് നമ്മുടെ അടുത്ത് ക്ലയൻറ്റ് വരുന്നതെങ്കിൽ അതിനെ നമുക്ക് ODD എന്നുള്ള രീതിയിൽ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇപ്പോൾ ഒരു ഏർലി ടീൻ ഏജ് ഗ്രൂപ്പിലൊക്കെ ഉള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർ ഈ മുതിർന്ന ആളുകളുടെ അടുത്ത് ഒപ്പോസ് ചെയ്യാന്നൊക്കെ പറയുന്നത് അത്ര നമുക്കൊരു യൂഷ്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു അൺയൂഷ്വൽ ആയിട്ടുള്ള കാര്യമല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അവരിടയ്ക്കൊക്കെ ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഇത് ഒരു പെർസിസ്റ്റൻ്റ് ആയിട്ട് ഒരു 6 മാസത്തോളം അല്ലെങ്കിൽ അതിൽ കൂടുതൽ നിൽക്കുന്ന സമയത്താണ് നമ്മളതിനെ ODD എന്നുള്ള രീതിയിലേക്ക് കാണുന്നുള്ളൂ. അതുപോലെ ഈ എസ്റ്റിമേറ്റ്സ് ഒക്കെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം കൂടുതലായിട്ട്, അതായത് ഒരു 2 മുതൽ 16% കുട്ടികളിൽ അല്ലെങ്കിൽ ടീൻസിൽ ഈ ഒരു ODD കണ്ടുവരുന്നുണ്ട് എന്നുള്ള രീതിയിലാണ്. ഇപ്പം ഈ ഒരു ODDയുടെ സിംറ്റംസ് ഒരു കുട്ടി 8 വയസ്സിന് മുന്നേ ആയിട്ടൊക്കെ കാണിച്ചു തുടങ്ങിയെങ്കിലും ഒരു 8 വയസ്സിന് ശേഷമാണ് നമുക്ക് ഈ ഒരു സിംറ്റംസ് വ്യക്തമായിട്ട് കുട്ടിയിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവുക. പിന്നെ ഇപ്പം കുട്ടികൾ നല്ല ചെറിയ കുട്ടികളിലാണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ടും പെൺകുട്ടികളെ അപേക്ഷിച്ച് ആൺകുട്ടികളിലാണ് ഈ ഒരു ODD കൂടുതൽ കണ്ടുവരുന്നത്. ഇനി ഒരു ടീനേജിലേക്ക് എത്തുന്ന സമയത്ത് അത് പെൺകുട്ടികളിലും ആൺകുട്ടികളിലും ഈക്വലി കണ്ടുവരുന്നുണ്ട്. ഇനി ഈ ഒരു ODD ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഈ ഒരു ODD വരുന്നതിൻ്റെ കാരണങ്ങൾ ഇപ്പോഴും വ്യക്തമല്ല എന്നുള്ളതാണ്. എന്നാലും ഒരു ബയോളജിക്കലും അതുപോലെ ജനറ്റിക്, എൻവയോൺമെൻറ്റൽ ആയിട്ടുള്ള ഫാക്ടേഴ്സിൻ്റെ ഒരു കോമ്പിനേഷൻ ആയിട്ടായിരിക്കും ഈ ഒരു ODD വരുന്നുണ്ടാവുക. ഇപ്പം
ഈ ഒരു കുട്ടിയുടെ ബ്രെയിൻ കെമിസ്ട്രിയിൽ അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിലൊക്കെ വരുന്ന ഇംബാലൻസസ് കൊണ്ടോ അല്ലെങ്കിൽ കുട്ടിയുടെ ഏതെങ്കിലും ബ്രെയിൻ ഏരിയാസിലൊക്കെ എന്തെങ്കിലും ഇഞ്ചുറീസോ അല്ലെങ്കിൽ ഡിഫക്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ODDയിലേക്ക് ലീഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു കാര്യമാണ് കുട്ടികളുടെ ഫാമിലി ഹിസ്റ്ററി. അതായത് പാരൻസിനോ അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസിനൊക്കെ എന്തെങ്കിലും ഒരു മൂഡ് ഡിസോർഡേഴ്സോ അല്ലെങ്കിൽ ആൻസൈറ്റി ഡിസോർഡേഴ്സോ അത്തരത്തിലുള്ള ഡിസോർഡേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ കുട്ടികളിലും അത് ODD എന്നുള്ള രീതിയിലേക്കൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ മറ്റൊരു കാര്യമുള്ളത് കുട്ടികളുടെ ഫാമിലി ഇഷ്യൂസ്. അതായത് ഫാമിലിയിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളുണ്ട്, ഒരു ഡിസ്ഫങ്ഷണൽ ആയിട്ടുള്ള ഫാമിലി ലൈഫ് ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫാമിലിയിലുള്ള മെമ്പേഴ്സ് തമ്മിൽ നല്ല രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിലും, പിന്നെ ഇപ്പോൾ ഫാമിലിയിൽ എന്തെങ്കിലും ഒരു സബ്സ്റ്റൻസ് അബ്യൂസ് പോലുള്ള കാരണങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ODDയിലേക്ക് ലീഡ് ചെയ്യാം. പിന്നെ മറ്റൊരു ഫാക്ടർ എന്ന് പറയുന്നത് പിയേഴ്സ് ആണ്. അതായത് കുട്ടികൾ ഇത്തരത്തിലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ODD ബിഹേവിയേഴ്സ് ഒക്കെ കാണിക്കുന്ന സമയത്ത് അവൻ്റെ അല്ലെങ്കിൽ അവളുടെ പിയേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഒരു മോട്ടിവേഷൻ കിട്ടുന്നുണ്ട്. അവർ ആ കുട്ടിക്ക് അറ്റൻഷൻ കൊടുക്കുന്നുണ്ട് ആ സമയത്തെങ്കിൽ ആ കുട്ടി അത്തരത്തിലുള്ള ബിഹേവിയേഴ്സ് പിന്നെയും റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഈ ഒരു ODDയുടെ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു ODD ബിഹേവിയേഴ്സ് കുട്ടിയിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അതിനുള്ള ട്രീറ്റ്മെന്റ് എടുക്കുക എന്നുള്ളതാണ്. ഇപ്പം സൈക്കോതെറാപ്പി ഒക്കെ കൊടുക്കുകയാണെങ്കിൽ കുട്ടിയിൽ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള കോപ്പിംഗ് സ്കിൽസും അതുപോലെ തന്നെ പ്രോബ്ലം സോൾവിങ് സ്കിൽസും പിന്നെ എങ്ങനെ ഇമോഷൻസിനോട് ഒരു എഫക്റ്റീവ് ആയിട്ട് നല്ല രീതിയിൽ എങ്ങനെ അത് എക്സ്പ്രസ് ചെയ്യാം എന്നുള്ള രീതിയൊക്കെ അവർക്ക് അതിലൂടെ കിട്ടും. പിന്നെ ഇപ്പോൾ CBT ഒക്കെ ആണ്, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി ഒക്കെ ആണെന്നുണ്ടെങ്കിലും കുട്ടിയുടെ തിങ്കിങ്ങിനെ ചേഞ്ച് ചെയ്തിട്ട് അവരുടെ ബിഹേവിയർ ചേഞ്ച് ചെയ്യുന്ന ഒരു രീതിയിലാണ് അത് വർക്ക് ചെയ്യുന്നത്. ഇനി മറ്റൊരു തെറാപ്പി ആയിട്ടുള്ള ബിഹേവിയർ തെറാപ്പി എന്ന് പറയുമ്പം കുട്ടികൾക്ക് റീഇൻഫോഴ്സ്മെന്റ് കൊടുത്തിട്ട് അവരിലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ഒക്കെ മാറ്റി അതിന് പകരം നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ഒക്കെ കൊണ്ടുവരുന്ന ഒരു രീതിയാണ്. അതുപോലെ റോൾ പ്ലേസ് ഒക്കെ കണ്ടക്ട് ചെയ്തിട്ട് എങ്ങനെയാണ് നല്ല ബിഹേവിയേഴ്സ്, ഇത്തരത്തിലുള്ള മറ്റുള്ളവരുടെ അടുത്ത് ഷൗട്ട് ചെയ്യുന്നതൊക്കെ നെഗറ്റീവ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ആണ് എന്നുള്ള രീതിയിലൊക്കെ റോൾ പ്ലേസിലൂടെയൊക്കെ അവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ആവശ്യമെങ്കിൽ നമുക്ക് ഫാമിലി തെറാപ്പിയും കൊടുക്കാവുന്നതാണ്. അതിൽ ഫാമിലീനെയും കൂടെ ഇൻവോൾവ് ചെയ്യിച്ചുകൊണ്ട് ഈ ഒരു ഫാമിലിയും കുട്ടിയും തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷനും കമ്മ്യൂണിക്കേഷനും ഒക്കെ എഫക്റ്റീവ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫാമിലി തെറാപ്പി കൊടുക്കാം. അതുപോലെ തന്നെ കുട്ടികളുടെ ഈ ഒരു ODD ബിഹേവിയേഴ്സ് കാരണം ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്ഡ് ആയിരിക്കും ഇവരുടെ പാരൻസ് എന്ന് പറയുന്നത്. അപ്പം അവർക്കും അതിന് വേണ്ടിയിട്ടുള്ള സൈക്കോ എഡ്യൂക്കേഷനും അതുപോലെ സപ്പോർട്ടും ഒക്കെ കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതേപോലെ ഈ പാരൻസിന് പാരന്റൽ മാനേജ്മെന്റ് ട്രെയിനിങ് കൊടുക്കാം. അതായത് കുട്ടിയെ എങ്ങനെ എഫക്റ്റീവായിട്ട് ഡീൽ ചെയ്യണം, അവരിലുള്ള നെഗറ്റീവ് ബിഹേവിയേഴ്സിനെ എങ്ങനെ മാറ്റി ഒരു പോസിറ്റീവ് വേയിലേക്ക് ആക്കാൻ പറ്റും എന്നുള്ളതൊക്കെ അവർക്ക് ട്രെയിൻ ചെയ്ത് കൊടുക്കേണ്ടതും അത്യാവശ്യമാണ്. ഇനി ഇപ്പോൾ അത്യാവശ്യമായിട്ടുള്ള ഘട്ടങ്ങളിൽ മെഡിക്കേഷൻസും ഇതിൻ്റെ കൂടെ ഉപയോഗിക്കാം. ഇനി വീട്ടിൽ പാരൻസിന് ശ്രദ്ധിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് കുട്ടി നല്ല രീതിയിലുള്ള ബിഹേവിയേഴ്സ് ഒക്കെ കാണിക്കുന്ന സമയത്ത് അതിനെ അപ്രിഷിയേറ്റ് ചെയ്യുക, നന്നായിട്ടുണ്ട് എന്നൊക്കെ ഉള്ള രീതിയിൽ അവർക്കൊരു മോട്ടിവേഷൻ ഒക്കെ കൊടുക്കാം. പിന്നെ ഈ പാരൻസിനും അവർക്ക് നല്ലൊരു മോഡലായിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ഒരു കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ട് പാരൻസ് മറ്റുള്ളവരുടെ അടുത്ത് ഷൗട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുട്ടിയും അത് മോഡൽ ചെയ്യും. അപ്പം അത്തരത്തിലുള്ള ബിഹേവിയേഴ്സ് ഒക്കെ വീട്ടിൽ മാറ്റി വെച്ചിട്ട് നല്ല ബിഹേവിയേഴ്സ് മോഡൽ ചെയ്യാൻ വേണ്ടിയിട്ട് പാരൻസ് ശ്രദ്ധിക്കുക. അതുപോലെ പാരൻസ് കുട്ടികളുടെ കൂടെ ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇപ്പോൾ പാരൻറ്റും ചൈൽഡും തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷൻ തന്നെ നല്ല രീതിയിലാണെന്നുണ്ടെങ്കിൽ കുട്ടിയിൽ പെട്ടെന്ന് തന്നെ ചേഞ്ചസ് ഒക്കെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ODD ഉള്ള കുട്ടികൾക്ക് മറ്റ് പല പ്രശ്നങ്ങളും കൂടെ നേരിടുന്നുണ്ടാവും. അതായത് ഇവർക്ക് അറ്റൻഷൻ ഒക്കെ കൊടുക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ മറ്റ് മൂഡ് ഡിസോർഡേഴ്സും പിന്നെ ചിലപ്പോൾ ഈ ഒരു വേണ്ട രീതിക്ക് ട്രീറ്റ് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ അത് കണ്ടക്ട് ഡിസോർഡറിലേക്കോ അല്ലെങ്കിൽ ആൻറ്റി സോഷ്യൽ ബിഹേവിയേഴ്സിലേക്കൊക്കെ മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള ബിഹേവിയേഴ്സ് കുട്ടി കാണിക്കുന്നുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അപ്പം തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സിംറ്റംസ് നിങ്ങൾക്ക് അറിയുന്ന കുട്ടികളിലോ വീട്ടിലുള്ള കുട്ടികളിലൊക്കെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു സൈക്കോളജിസ്റ്റിൻ്റെ സഹായം തേടേണ്ടതാണ്. ഇനി ഇത്തരത്തിലുള്ള ഡിസ്കഷൻസുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.